chi-square distribution ആണ്. അപ്പോൾ എങ്ങനെ എൻ്റെ ഡെഫിനിഷൻ? എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ chi-square with PDF f of chi-square equal to 1 by 2 raised to n by 2 by gamma n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1. Range is 0 less than or equal to chi-square less than infinity equal to 0 otherwise. It is usually denoted by എങ്ങനെയാണ്? chi-square n ആണ്. അപ്പോൾ നമുക്ക് എന്നിൻ്റെ വാല്യൂ അനുസരിച്ച് വ്യത്യാസം വരും. chi-square n ആകാം, chi-square n by 2 ആകാം, chi-square n minus 1 ആകാം, chi-square 3 chi-square 5 അങ്ങനെയെല്ലാം നമുക്ക് പറയാം. എന്നിൻ്റെ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് പറയാം. അപ്പോൾ അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് chi-square ഈക്വൽ ടു 1 by 2 raised to n by 2 ഗാമ n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1 ആണ്. ഓക്കെ, ഇതിൻ്റെ ഗ്രാഫ് ഓഫ് chi-square എന്ന് പറയുന്നത് എങ്ങനെയാണ്? റേഞ്ച് 0 to infinity ആണ്. 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു പീക്കഡ് വാല്യൂയിലേക്ക് എത്തും. അതിനുശേഷം അത് എവിടേക്ക് ടച്ച് ചെയ്യാൻ പോകും? എക്സ് ആക്സിലേക്ക് വന്ന് ടച്ച് ചെയ്യും. റേഞ്ച് 0 to infinity ആണ്. ഓക്കെ, എന്നിൻ്റെ വാല്യൂവിനനുസരിച്ച് ഈ ഗ്രാഫ്. ഓക്കെ, നമുക്ക് മീൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. മീൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് chi-square ആണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? റേഞ്ച് ഓവർ chi-square എഫ് ഓഫ് chi-square ഡി chi-square ആണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? റേഞ്ച് എങ്ങനെയാണ്? ഇൻ്റഗ്രൽ 0 to infinity chi-square ഇൻറ്റു അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ 1 by 2 raised to n by 2 ഗാമ n by 2 e raised to minus chi-square by 2 chi-square raised to n by 2 minus 1 d chi-square ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പുറത്തേക്ക് എടുക്കാം? 1 by 2 raised to n by 2 by gamma n by 2നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ 0 to infinity ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്യാം അല്ലേ? raised to minus chi-square by 2 chi-square raised to ഇങ്ങനെ n by 2 plus 1 minus 1 t chi-square എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? ഇൻ്റഗ്രൽ 0 to infinity e raised to minus mx x raised to p minus 1 dxൻ്റെ ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എഴുതാം ഗാമ പി ബൈ എം റേസ് ടു പി എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഇതിനെ മാറ്റിയാൽ എങ്ങനെ എഴുതാം? 1 by 2 raised to n by 2 by ഗാമ n by 2 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇതിനെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഗാമ n by 2 plus 1 by ഇവിടെ പിയുടെ സ്ഥാനത്ത് n by 2 plus 1ഉം എമ്മിൻ്റെ സ്ഥാനത്ത് എന്താണ്? 1 by 2 ആണ്. ദാറ്റ് ഈസ് 1 by 2 raised to പി ആണ്. ദാറ്റ് ഈസ് n by 2 plus 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഗാമയുടെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 by 2 raised to n by 2 അതേപോലെ തന്നെ ഗാമ പി പ്ലസ് 1നെ നമുക്ക് എഴുതാം ഗാമ പി പ്ലസ് 1നെ പി ഗാമ പി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഗാമ n by 2 plus 1നെ n by 2 ഗാമ n by 2 എന്ന് എഴുതാം. ഓൾ ഡിവൈഡഡ് ബൈ ഇവിടെ ഗാമ n by 2 ഉണ്ട് ഓൾറെഡി. ഈ 1 by 2 raised to n by 2 plus 1നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ 1 by 2 raised to n by 2 into 1 by 2 എന്ന് എഴുതാം. അപ്പോൾ 1 by 2 raised to n by 2 1 by 2 raised to n by 2 ക്യാൻസൽ. ഗാമ n by 2 ഗാമ n by 2 ക്യാൻസൽ. നമുക്ക് കിട്ടുന്നത് എന്താണ്? n by 2 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലെ n by 2 by 1 by 2 അല്ലേ? n by 2 ഇൻറ്റു 2 by 1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? n എന്ന് കിട്ടും. വേരിയൻസ് അപ്പോൾ നമുക്കറിയാം വേരിയൻസ് ഓഫ് chi-square ആണ് വേണ്ടത് അല്ലേ? വേരിയൻസ് ഓഫ് chi-square എന്ന് വെച്ചാൽ എന്താണ്? എഫ് ഓഫ് എക്സ്പെക്ടേഷൻ ഓഫ് chi-square ദ ഹോൾ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് chi-square ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് chi-squareൻ്റെ സ്ക്വയർ വേണ്ട എക്സ്പെക്ടേഷൻ ഓഫ് chi-squareൻ്റെ ഹോൾ സ്ക്വയർ വേണം. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് chi-square സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എഴുതാൻ ഡെഫിനിഷൻ വെച്ച് ഇൻ്റഗ്രൽ 0 to infinity chi-squareൻ്റെ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് chi-square ഡി chi-square എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ കൊടുത്താൽ ഇൻ്റഗ്രൽ 0 to infinity chi-squareൻ്റെ സ്ക്വയർ
ഇൻറ്റു എന്താ നമുക്ക് ഡെൻസിറ്റി 1/2 റേസ് ടു n ബൈ 2 ബൈ ഗാമ n ബൈ 2 ഈ റേസ് ടു മൈനസ് കൈ സ്ക്വയർ ബൈ 2 കൈ സ്ക്വയർ റേസ് ടു n ബൈ 2 മൈനസ് 1 ഡി കൈ സ്ക്വയർ. തൊട്ട് മുമ്പ് ചെയ്തതിനെ പോലെ തന്നെ നമുക്ക് ഇതിനെയും ഇങ്ങനെ എഴുതാം. പുറത്തേക്ക് എടുക്കാം. ഈ ടൈമിന് 1/2 റേസ് ടു n ബൈ 2 ഗാമ n ബൈ 2നെ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് കൈ സ്ക്വയർ ബൈ 2 എഴുതി. ഇവിടെ എങ്ങനെ വരും? കൈ സ്ക്വയർ റേസ് ടു ഇവിടെ ഓൾറെഡി എന്തുകൊണ്ട് ഒരു n ബൈ 2 ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു പവർ 2 വരുന്നില്ലേ, അപ്പോൾ n ബൈ 2 പ്ലസ് 2 മൈനസ് 1 ഡി കൈ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഇതിനകത്ത് 1/2 റേസ് ടു n ബൈ 2 ബൈ ഗാമ n ബൈ 2 ഉണ്ട് അവിടെ. ഇനി ഇതിനകത്തേക്ക് കൊടുത്താൽ ഇതിൻ്റെ മുമ്പത്തെ പ്രോപ്പർട്ടി വെച്ച് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഗാമ n ബൈ 2 പ്ലസ് 2 ബൈ 1/2 റേസ് ടു n ബൈ 2 പ്ലസ് 2 എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് എം എക്സ് എക്സ് റേസ് ടു പി മൈനസ് 1 അതിനെ ഗാമ പി ബൈ എം റേസ് ടു പി എന്ന് എഴുതാം. എങ്കിൽ ഇതിനെ നമുക്ക് ഈ ഫോമിലേക്ക് എഴുതാമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂനെ നമുക്ക് ഈ രീതിയിലേക്ക് അറേഞ്ച് ചെയ്യാം. 1/2 റേസ് ടു n ബൈ 2 ബൈ ഗാമ n ബൈ 2. ഇവിടെ ഇതിനെ എന്ത് ചെയ്യാം? ഗാമ n ബൈ 2 പ്ലസ് 2നെ ഇങ്ങനെ എഴുതാം. ഗാമ n പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം n ബൈ 2 പ്ലസ് 1 n ബൈ 2 പ്ലസ് 1 ഇൻറ്റു ഗാമ n ബൈ 2 പ്ലസ് 1 എന്ന് എഴുതാം ആദ്യം. ഓക്കെ, n ബൈ 2 പ്ലസ് 1 ഇൻറ്റു ഗാമ n ബൈ 2 പ്ലസ് 1 എന്ന് എഴുതാം. ഓൾ ഡിവൈഡ് ബൈ ഇതിനെ എങ്ങനെ എഴുതാം? 1/2 റേസ് ടു n ബൈ 2 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്തൊക്കെ ഇനി ഇതിനെ ഒന്നുകൂടെ ഈ ടേം ക്യാൻസലാക്കി കളയാം. ഇതിനെ അപ്പോൾ n ബൈ 2 പ്ലസ് 1 ഈ ടേമിനെ എന്ത് ചെയ്യാം? വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം. n ബൈ 2 ഗാമ n ബൈ 2 ഓൾ ഡിവൈഡ് ബൈ ഗാമ n ബൈ 2 എന്ത് കിട്ടും? 1/2ൻ്റെ സ്ക്വയർ. ഗാമ n ബൈ 2 ഗാമ n ബൈ 2 പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും n ബൈ 2 പ്ലസ് 1 ഇൻറ്റു n ബൈ 2 ബൈ 1/4 ആണ്. അതിനെ മാറ്റിയാൽ n ബൈ 2. അപ്പോൾ നമുക്ക് അവിടെ എൽ സി എം എടുക്കാം. ഈ ടീമിനകത്ത് നമുക്ക് എൽ സി എം എടുക്കാം. എൽ സി എം എടുത്താൽ നമുക്ക് കിട്ടുന്നത് n പ്ലസ് 2/2 ഇൻറ്റു n ബൈ 2 ബൈ 1/4. അപ്പം ഈ 4ഉം 2ഉം n ഇൻറ്റു n പ്ലസ് 2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാലൻസ് നമുക്ക് എന്താ വേണ്ട? വേരിയൻസ് ഓഫ് കൈ സ്ക്വയർ ആണ്. അപ്പോൾ ഇ ഓഫ് കൈ സ്ക്വയർ മൈനസ് കൈ സ്ക്വയറിൻ്റെ സ്ക്വയർ മൈനസ് ഇ ഓഫ് കൈ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതെന്ത് കിട്ടും? n ഇൻറ്റു n പ്ലസ് 2 മൈനസ് ഇത് എന്നിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ n സ്ക്വയർ പ്ലസ് 2n മൈനസ് n സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? അപ്പോൾ വേരിയൻസ് ഓഫ് കൈ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 2n.